ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈ ഫൈവിംഗ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒരു പുതിയ പേജ് കുഞ്ഞാവൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 342/2025 മുതൽ 347/2025 വരെയാണ്. ഇത് അപ്ലൈ ചെയ്യണ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 വരെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള എക്സസൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് വുമൺ സിവിൽ എക്സസൈസ് ഓഫീസർ ട്രെയിനി ആണ് വരുന്നത്. സാലറി റേഞ്ച് എന്ന് പറയുന്നത് 27 മുതലാണ് സ്റ്റാർട്ടിങ്, 63 വരെയാണ് സാലറി റേഞ്ച് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഇതാണ്. കാറ്റഗറി നമ്പർ 342/2025. അത് കമ്മ്യൂണിറ്റി വരുന്നത് LC or AI ആണ് വരുന്നത്. ഡിസ്ട്രിക്റ്റ് വരുന്നത് തിരുവനന്തപുരം, കോട്ടയമാണ് വരുന്നത്. വേക്കൻസീസ് ഇങ്ങനെ എല്ലാ ജില്ലയിലും ഒന്നിച്ചാണ് വരുന്നത്. ടോട്ടൽ 2 ഇവിടെ വരുന്നത്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 343/2025. ധീവര പറഞ്ഞ കമ്മ്യൂണിറ്റി വിഭാഗമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പത്തനംതിട്ടയാണ് പോസ്റ്റ് വന്നിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് 344/2025. വിശ്വകർമ്മ പറഞ്ഞ കമ്മ്യൂണിറ്റി വിഭാഗമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ളത്. കോട്ടയം, കണ്ണൂരാണ് വന്നിട്ടുള്ളത്. ഓരോ ജില്ലയിലും ഓരോ പോസ്റ്റാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. 345/2025 മുസ്ലിം വിഭാഗത്തിലുള്ള കമ്മ്യൂണിറ്റി വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. കാസർഗോഡാണ് വന്നിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. 346/2025 SCC ആണ് വന്നിട്ടുള്ളത്. ആലപ്പുഴയും കോഴിക്കോടാണ് വന്നിട്ടുള്ളത് ജില്ല എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 2 വേക്കൻസിയാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. 347/2025 ഹിന്ദു നാദർ കൊല്ലം ആണ് വന്നിട്ടുള്ളത്. ഒരു പോസ്റ്റാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് മെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറൻഷ്യൽ ആബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫീമെയിലിന് മാത്രമാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഓൺലൈൻ അപേക്ഷിക്കാൻ പറ്റുന്നത് വുമണിന് മാത്രമാണ്. അതായത് LC or AI, ധീവര, വിശ്വകർമ്മ, മുസ്ലിം, SC ആൻഡ് ഹിന്ദു നാദർ കമ്മ്യൂണിറ്റിക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കമ്മ്യൂണിറ്റി വിഭാഗങ്ങളിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഏജ് എന്ന് പറയുന്നത് 19 to 34 വയസ്സിനിടയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അതായത് 2/1/1901 മുതൽ 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡേറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നീട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നത് മാത്രമാണ് പറയുന്നത്. പിന്നെ ഇത് ഫിസിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ 152 സെൻറ്റിമീറ്റർ കുറയാൻ പാടില്ല ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റും വരുന്നുണ്ട്. 15 മിനിറ്റിൽ 2.5 കിലോമീറ്റർ റൺ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാൻഡിഡേറ്റ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് എൻട്രൻസ് ടെസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. 4ാമതായി വരുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. താഴെ 8 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 5 പാസ്സാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതാണ് കൊടുത്തിട്ടുള്ളത്. എഫിഷ്യൻസി ടെസ്റ്റിൽ 1 സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വന്നിട്ടുള്ളത്. ഇവൻറ്റ്സ് ഇതൊക്കെയാണ്: 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോമീറ്റർ, 200 മീറ്റർ റണ്ണ്, ത്രോയിങ് ദ ത്രൂ ബോൾ, ഷട്ടിൽ റൈസ്, സ്കിപ്പിംഗ് 1 മിനിറ്റ്. അതിൻ്റെ 1 സ്റ്റാർ സ്റ്റാൻഡേർഡുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും ടോട്ടൽ 8 ഇതാണുള്ളത്. അതിലേതെങ്കിലും നിങ്ങൾ 5 പാസ്സാവാനാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഐസൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഔട്ട്ഡോർ ജോബ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇത് വേണം. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇതിന് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ താഴെ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള വിഷ്വൽ സ്റ്റാൻഡേർഡും ആവശ്യമാണ്. വിത്തൗട്ട് ഗ്ലാസസും ആയിരിക്കണം. അത് സർട്ടിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷനും റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? താഴെ കൊടുത്തിട്ടുള്ളതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇതിനൊക്കെ യോഗ്യതയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ അപ്ലൈ നോ എന്നുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്ലൈ നോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അർഹരായിട്ടുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക. ഇത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 3/10/2025 ഫ്രൈഡേ അപ് ടു 12 o'clock midnight ആണ് വരുന്നത്. അപ്പോൾ ഞാൻ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.